ബാക്ക് ടു അവർ ചാനൽ. ഞങ്ങൾ പുതിയൊരു ട്രിപ്പ് വന്നിരിക്കുകയാണ്. എവിടെ? സ്പെയിൻ. കണ്ണാ എവിടെയാണ്? സ്പെയിൻ. സ്പെയിനിൽ എന്താ പരിപാടി? കറക്കമുണ്ട്, അടിച്ചു പൊളിക്കണം. അധികം സ്ഥലമൊന്നുമില്ല, ബാഴ്സലോണ മാത്രം. ബാഴ്സലോണ എങ്ങനെയുണ്ട്? സ്റ്റേ ട്യൂൺഡ്. നമ്മൾ എയർപോർട്ടിൽ വന്നിറങ്ങി ലഗേജ് കളക്ട് ചെയ്തപ്പോൾ നമ്മൾ ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ലഗേജ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അവിടുത്തെ ബസ്സാണ് എടുത്തത്. 46 നമ്പർ. നമുക്ക് ടാപ്പ് ചെയ്യാം, കാർഡ് ഉണ്ടായാൽ മതി. എനിക്ക് തോന്നുന്നു 2.5 പൗണ്ടല്ല, 2.55 യൂറോ ആണ് ഒരാൾക്ക്. ടാപ്പ് ചെയ്തു നമ്മൾ കയറി. ഇനി ഒരു 5-6 സ്റ്റോപ്പുകൾ കഴിഞ്ഞാൽ നമ്മുടെ ഹോട്ടലിലെത്തും. ബാക്കി വിശേഷം ഹോട്ടലിൽ ചെന്നിട്ട് പറയാം. ഭയങ്കര ചൂടാന്ന് തോന്നുന്നു അല്ലേ? പുറത്തേക്ക് നോക്കുമ്പോൾ പേടിയാന്ന്. ഇപ്പം നമ്മൾ നമ്മുടെ അക്കോമഡേഷൻ കണ്ടുപിടിച്ചു. കിരൺ ഈസ് ചെക്കിങ് ഇൻ. ഇതാണ് ഞങ്ങളുടെ റൂം. ഒരു ടി വി ഉണ്ട്, ടേബിളുണ്ട്, ചെറിയ ലോക്കറാണോ? ഫ്രിഡ്ജാണോ? ഒരു സോഫ ഉണ്ട്. നമുക്കപ്പോൾ എന്തായാലും വാങ്ങാം ആണെങ്കിൽ കുറച്ച് എന്തായാലും ചെറിയ കുക്കിംഗ് ഒന്നുമില്ല. ഇത് വാഷ്റൂമാണോ? കെൻ യു ഓപ്പൺ ഇറ്റ്? ഇതിന് ഡോറില്ലേ? അല്ല, ലോക്കില്ലേ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, നോക്കട്ടെ. ഓക്കെ, ഇതാണ് വാഷ്റൂം. കുളി എവിടെ? കുളി ഇവിടെ ഉള്ളത് കുളിക്കണ്ടേ? ഓക്കെ, ബാത്താണ് ഇവിടെ. അടിപൊളി. വയ്യാണ്ടായി അല്ലേ? ക്ഷീണിച്ചു. നമ്മുടെ ബെഡ്റൂം ഇവിടെയാണ്. അടിപൊളി. ഇവിടെ ഇതിൽ വെക്കാനുള്ള സാധനമൊന്നും നമ്മുടെ അടുത്തില്ല. ബട്ട് ഇതാണ്. അയ്യോ, 2 സിംഗിളായി പോയല്ലോ കാണാ. അങ്ങനെ ആയിരിക്കും ബൈ ഡിഫോൾട്ട് കിടക്കുക. അതെന്താ, എൻ്റെ അകത്ത് വല്ലതും ഉണ്ടോ? ഇവിടെ അയ്യോ, വെയിലാണ്. ഭയങ്കര വെയിലാണ്. എവിടെയാ പോണേ? ആണോ? ഞങ്ങള് പുറത്തു പോയി എന്തെങ്കിലും കഴിക്കാൻ നോക്കുവാണ്. ഗൾഫിൽ വന്ന പോലെ അല്ലേ? ചൂടുണ്ട്, പനകളും ഉണ്ട്. നോക്കട്ടെ എന്താ അവസ്ഥ. നോക്കി നമ്മൾ എന്താണ് തപ്പുന്നത്? പാല്. ഇതാണോ പാല്? ഓക്കെ, പാല് ഇതായിരിക്കും കണ്ണ. ഐസ്ക്രീം ലോലി ഹേ, ലോലി നൂയി ഐസ്ക്രീം ഐ തിങ്ക്. അതിന് കണ്ണ പാല്. നീ പുറത്തുണ്ടാവോ? നോക്കാം. നമ്മളിവിടെ ഹോട്ടലിൻ്റെ അടുത്തുള്ള റെസ്റ്റോറൻറ്റിലെ ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ അടുത്തുള്ള ഒരു ഗ്രോസറി അത്യാവശ്യം കുറച്ച് സാധനമുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഓൾറെഡി ഇൻക്ലൂഡഡ് ആണ്. ബ്രെഡ് സ്റ്റിക്ക് പോലെ എന്താണ് വേണം? പക്ഷെ കോഫിക്ക് ഉണ്ടാക്കുന്ന കാര്യമാണോ? ഹലോ, നമ്മൾ ഇന്നത്തെ ട്രാവലൊക്കെ കഴിഞ്ഞ് ഭയങ്കര ടയർഡായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പറ്റിയില്ല. ഇന്നലെ വന്ന് പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വന്ന് റെസ്റ്റ് എടുത്തു. ഇനിയിപ്പോൾ ഇന്ന് വേണം നമുക്ക് ടൗണിലൊക്കെ പോയി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ. സോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ആക്ച്വലി നമ്മൾ ഇതേപോലെ ഇങ്ങനെ പുറത്തേക്കൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ, യൂറോപ്യൻ കൺട്രീസിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൺട്രീസിലേക്കൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ മെയിൻ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്
നമുക്ക് അവിടുത്തെ സിം ഉണ്ടാവില്ല, നമുക്ക് നെറ്റ് ഉണ്ടാവില്ല. അതാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു വ്യവസ്ഥയ്ക്ക് നമുക്ക് ചെന്നിറങ്ങി എയർപോർട്ടിൽ ചെന്നിറങ്ങി കഴിയുമ്പോൾ തന്നെ നമുക്ക് ഒരു ക്യാബ് ബുക്ക് ചെയ്യാനാണെങ്കിലോ അല്ലെങ്കിൽ ഒരു മാപ്പ് നോക്കാനാണെങ്കിലും ഒക്കെ നമുക്ക് നെറ്റ് വേണം. അപ്പോൾ നോർമലി നമ്മൾ എന്താ ചെയ്യാന്ന് കഴിഞ്ഞാൽ നമ്മൾ എയർപോർട്ടിൽ ഇറങ്ങും, എയർപോർട്ടിൽ നിന്നോ അല്ലെങ്കിൽ പുറത്തുനിന്നോ നമ്മളൊരു സിമ്മ് മേടിക്കും. ആ സിമ്മൊക്കെ നല്ല കോസ്റ്റ്ലി ആയിരിക്കും. സിമ്മിന് തന്നെ ക്യാഷ് കൊടുക്കണം. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അത് ചാർജ് ചെയ്യണം, നെറ്റ് ചാർജ് ചെയ്യാനുള്ള പൈസ കൊടുക്കണം. അപ്പോൾ അത് ഭയങ്കര കോസ്റ്റ്ലിയാണ്. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഇത് കുറേ പേർക്ക് അറിയാവുന്ന കേസാണ്. ഞങ്ങൾക്ക് ഇതിപ്പോൾ പുതിയതായിരുന്നു. ഞങ്ങൾ ഈ ഒരു ട്രിപ്പിലാണ് ഇതിനെപ്പറ്റി അറിഞ്ഞത്. ഞങ്ങൾ ചെയ്തു, ഞങ്ങളത് ട്രൈ ചെയ്തു. അത് നല്ല ഒരു അടിപൊളി സെറ്റപ്പായിട്ട് ഞങ്ങൾക്ക് തോന്നി. അതാണ് എയർലോ എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. ഞാനതിൻ്റെ ഡിസ്ക്രിപ്ഷനും ഇതൊക്കെ ഇതിൽ കൊടുക്കാം. എയർലോൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആപ്പ് സ്റ്റോറിൽ നിന്നും പ്ലേ സ്റ്റോറിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്യാവുന്നുള്ളൂ. എയർലോ എന്നാണ് ആപ്പിൻ്റെ പേര്. അപ്പോൾ അതിനകത്ത് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഉള്ളൊരു ഗുണം എന്ന് പറയുന്നത് ഇതാണ് എയർലോ. ഓക്കെ, ഇപ്പോൾ എയർലോ ഒരുപാട് രാജ്യങ്ങൾ നമുക്ക് ഈ രാജ്യങ്ങളിലൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സിമ്മ് നമുക്ക് ഈ സിമ്മാണ് നമുക്ക് ട്രാവൽ ചെയ്യുന്നതിന് മുന്നേ തന്നെ ട്രാവൽ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്കിത് ചാർജ് ചെയ്ത് നമുക്കിത് രജിസ്റ്റർ ചെയ്ത് വെക്കാവുന്നതാണ്. ഇവിടെ വന്ന് നമ്മളത് ആക്ടിവേറ്റ് ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ അതിൽ നിന്ന് MB പോയിക്കൊണ്ടിരിക്കുള്ളൂ. മാത്രമല്ല നമുക്ക് ഇപ്പോൾ ഞങ്ങളെടുത്തേക്കുന്നത് 5 GB ഒരു പ്ലാനാണ് എടുത്തേക്കുന്നത്. 5 GB വാലിഡിറ്റി ഫോർ 9 days 10 days വാലിഡിറ്റി ആയിരുന്നു. അതിന് തന്നെ എത്ര $20 എങ്ങാണ്ടാണ് വന്നത്. അപ്പോൾ $20 എന്നുള്ളത് ഇപ്പോൾ ഞാനൊരു ഡിസ്കൗണ്ട് കോഡുണ്ട്, അത് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആ ഡിസ്കൗണ്ട് കോഡ് യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് രജിസ്റ്റർ ചെയ്യുന്നിടത്ത് ആ ഡിസ്കൗണ്ട് കോഡ് യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കൊരു $3 ഡിസ്കൗണ്ടും കിട്ടും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ $17 നമുക്ക് ഓൾമോസ്റ്റ് 5 GB ഫോർ അറൗണ്ട് 10 days നമുക്ക് കിട്ടും. അത് നല്ലൊരു പാക്കേജാണ് ആക്ച്വലി. പിന്നീട് നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ വേണമെങ്കിൽ നമുക്ക് ടോപ്പ് അപ്പ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിനകത്ത് നമുക്ക് ഇവിടുന്ന് രജിസ്റ്റർ ചെയ്യാനുള്ള കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അതിനകത്ത് നമ്മൾ നമ്മുടെ പാക്കേജ് സെലക്ട് ചെയ്യുക. പാക്കേജ് സെലക്ട് ചെയ്ത് നമ്മൾ ഇത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എമൗണ്ട് പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടും. അതിനകത്ത് തന്നെ ലോക്കൽ സിംസ് ഉണ്ട്. നമുക്ക് ഒരു കൺട്രിയെ പോകുന്നുള്ളെങ്കിൽ ആ പർട്ടിക്കുലർ കൺട്രിക്ക് വേണ്ടിയുള്ളത് മാത്രമായിട്ട് വേണമെങ്കിൽ കൊടുക്കാം. നമ്മള് യൂറോപ്പിനുള്ളതാണ് എടുത്തത്. അതെ, അപ്പൊ റീജിയണൽ സിംസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആഫ്രിക്ക, ഏഷ്യ, യൂറോപ്പ് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ അതിനകത്ത് അത് സെലക്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ യൂറോപ്പിൽ ഏത് കൺട്രീസിൽ പോവുകയാണെങ്കിലും നമുക്ക് ഈ ഇത് തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സെറ്റിംഗ്സിൽ ആക്ച്വലി നമ്മുടെ നോർമൽ സിമ്മും സിമ്മും കൊടുക്കും. നമ്മൾ ലാൻഡ് ചെയ്തപ്പോൾ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ സിമ്മ് ആക്ടിവേറ്റ് ചെയ്ത് ടേൺ ഓൺ ചെയ്തിട്ട് നമ്മുടെ മറ്റേ എന്താ പറയുക ഫിസിക്കൽ സിമ്മ് ടേൺ ഓഫ് ചെയ്തു, ഡാറ്റ റോമിങ് ഓൺ ചെയ്തു. പിന്നെ ഇവിടെ വന്ന് ഓട്ടോമാറ്റിക്കലി ഏതെങ്കിലും ഒരു നെറ്റ്വർക്കായിട്ട് കണക്ട് ആയപ്പോൾ പിന്നെ അപ്പോൾ തൊട്ട് നമുക്ക് നെറ്റ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായില്ല. നല്ലൊരു സെറ്റപ്പായി തോന്നി. നമുക്ക് ഇനി പോകുമ്പോഴൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഇതറിയാവുന്നവർ ഒരുപാട് പേരുണ്ടാവും. ഇതറിയാത്തവർക്ക് വേണ്ടിയാണ് എയർലോ ആപ്പ്. അപ്പം നമ്മുടെ വേറെയും ഇതുപോലെ എയർലോ മാത്രമല്ല കേട്ടോ, വേറെയും ഒരുപാട് ഇതേപോലത്തെ സിം പ്രൊവൈഡേഴ്സ് ആയിട്ടുള്ള ആപ്പുകളുണ്ട്. പക്ഷെ ഞങ്ങൾ യൂസ് ചെയ്തിട്ട് എനിക്ക് ഇത്തിരിയും കൂടെ അതായത് ഇൻസ്റ്റാളേഷൻ പ്രോസസ് ആണെങ്കിലും ഒക്കെ ഇച്ചിരി കൂടെ ഈസി ആയിട്ട് തോന്നിയത് എയർലോന്റെയാണ്. അപ്പോൾ എയർലോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇതുപോലെ ട്രാവൽ ചെയ്യുന്നവർക്ക്, ഇത് യൂറോപ്യൻ കൺട്രീസിലേക്ക് മാത്രമല്ല കേട്ടോ, വേറെ ഒരുപാട് കൺട്രീസ് അവർ ഇതിലേക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഏത് കൺട്രീസിലേക്ക് പോകുകയാണെങ്കിലും നിങ്ങൾക്ക് എയർലോന്റെ സിം യൂസ് ചെയ്യാം. അപ്പോൾ എയർലോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഡിസ്കൗണ്ട് കോഡ് ഉണ്ട്, അത് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് $3 ഡിസ്കൗണ്ടും കിട്ടും. സോ കീപ് വാച്ചിങ്. നമ്മുടെ ബാർസലോണ വീഡിയോസ് കൂടുതൽ ഇനിയും വരുന്നതാണ്. സോ കീപ് വാച്ചിങ്. താങ്ക് യു.